ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 മാസം ആയിട്ട് 2 മാസവും ഒരു മാസമായിട്ട് കയ്യില്ലാത്ത ടോപ്സിനോടെല്ലാം ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് ഞായറാഴ്ചയും പിന്നെ പുറത്ത് നല്ല മഴയായ സ്ഥിതിക്ക് പുറത്തു പോകാനോ വീട്ടിൽ വെറുതെ ഇരിക്കാനോ പറ്റില്ല. സോ ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. ഒന്നാമത് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയാൻ പാടില്ല. അത് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ തന്നെ വേറൊരു വീഡിയോ കിടക്കുന്നുണ്ട്, അതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതേ ഫ്ലോപ്പായി കിടക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഏത് അവസ്ഥയിലാവും എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാണ്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ലല്ലോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് വ്ലോഗാണ് ഗൈസ്. ഒരു ക്ലൈമറ്റ്, പിന്നെ അത് മൊത്തം തുണി അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ ഉണങ്ങും. അത് ഉണങ്ങില്ല. 2 ദിവസം തുണിയാണ് ഉണങ്ങാണ്ട് കിടക്കുന്നത്. ഫുൾ ഡേ റെയിൻ. ചെയ്യാനുള്ള തുണിക്ക് വേണ്ടി ഞാൻ നേരെ വന്നത് ഇങ്ങോട്ടേക്കാണ്. കാരണം ഇത് കുറെ സാരി. ഇനി എന്തായാലും അമ്മക്ക് ഇത് വേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല. കാരണം നിലത്തിട്ട സ്ഥിതിക്ക്, നിലത്തല്ല, ഇതൊരുമാതിരി വേണ്ടാത്ത പോലെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കൂനൊക്കെ ഇട്ടിട്ടുള്ളേ. സംഭവം നാശിന്റെ കൂനൊക്കെ ഇട്ടില്ല. ഈ സംഭവം കണ്ടില്ലേ, ഇത് പുതക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടാണെന്ന് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ ഇതെന്തായാലും ഇനി അവർക്ക് വേണ്ടിന്ന് വരില്ല. സോ ഞാൻ ഇതിനൊന്ന് ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി പോക്കാണ് ഗൈസ്. ഇത് ഷാള വേണ്ട. നമുക്ക് വേറെ ഒന്ന് ചെക്ക്. ഈ ഫാനെല്ലാം പൊട്ടി ഉണ്ടായ ഫാനാണ് ഗൈസ്, യൂസേ ചെയ്യില്ല. വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കല, എന്തിനാണ് അറിയാൻ പാടില്ല. പിന്നെ ഈ മേശ ഞാൻ 10ാം ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട് വെച്ചെഴുതാൻ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വാങ്ങിത്തന്ന മേശയാണ് ഗൈസ് ഈ മേശ. ഇതെല്ലാം നല്ല ഡ്രസ്സാണ് ഗൈസ്. ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ പോയ സ്ഥിതിക്ക് എല്ലാം പുറത്ത് ആ ഒരു ലെവലിലാണ് ഇന്നത്തെ അവസ്ഥ. ഇത് ഒരു നല്ല സാരിയാണ് ഗൈസ്. നമുക്ക് ഇതെടുത്താലോ? പിന്നെ ഈ ഒരു സാരി ഉണ്ട്. സാരി തന്നെയല്ലേ? ഈ ഒരു സാരി ഉണ്ട്. ഇപ്പൊ ഏതെടുക്കണം എന്നൊക്കെ കൺഫ്യൂഷനോ? കളറില്ലാത്ത ഇതാവുമ്പോൾ ലൈനിങ് വേണം. ലൈനിങ് തുണിയില്ല. ഇതാവുമ്പോൾ ലൈനിങ് വേണ്ട. പക്ഷെ വൈറ്റ് കളർ. ഇതെടുത്താലോ? ഐ ആം കൺഫ്യൂസ്ഡ്. ഇതെടുത്ത് നോക്കാം. സോ ഫിക്സ് വൈറ്റ്. കളറിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോൾ ഇട്ടാലും നമ്മളൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ എപ്പോഴും നല്ലതാണ്. അതെപ്പോൾ എനിക്ക് ഐഡന്റിഫൈ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേളിമാണിന്റെ മോസ്റ്റ് വീഡിയോസിലും പിള്ളേർക്ക് ഇട്ട് കൊടുക്കുന്നതെല്ലാം വൈറ്റ് കളർ ഡ്രസ്സാണ്. അപ്പോൾ അവരെ നമുക്ക് ക്യൂട്ടായിട്ട് കാണാനും വേണ്ടി പറ്റും. നല്ലൊരു രസമായിരിക്കും വൈറ്റ് കളർ. അപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഇട്ടിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ പോയിട്ട് എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ അടിക്കണം എന്ന് പഠിച്ചിട്ട് ഞാൻ പോയിട്ട് യൂട്യൂബ് നോക്കി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്ന് പഠിച്ചിട്ട് വരാം. ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. കാരണം യൂട്യൂബ് നോക്കിയിട്ട് അവർ പറയുന്ന സാമഗ്രി ചെങ്കുമ വസ്തുക്കളൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല. സോ ഞാൻ എൻ്റെ ഏതൊരു ടോപ്പ് എടുത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനോ തീരുമാനിച്ചത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ്, സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്ക്. കാരണം മെഷീൻ നടുവേദന എടുക്കുന്നു. കാരണം ഈ മെഷീൻ ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇല്ല, നൂല് മറ്റേ മെയിൻ്റെനൻസ് ചെയ്തില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ചവിട്ടാൻ വേണ്ടി പെടുന്ന പാട്. ഞാൻ പ്രതീക്ഷിച്ചത് വേറെ വലിയ രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ആ മെഷീൻ ഒട്ടും തന്നെ അതിന് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മീൻസ് നൂലിങ്ങനെ സ്റ്റെക്കായി പോകുന്നു. മറ്റേത് കറങ്ങുന്നില്ല വൃത്തിക്ക്. അതിന് കുറേ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ ഒന്ന് അടിച്ചെടുത്ത് നോക്കാം. ഈ സാധനം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ അത് ഷേപ്പാക്കേണ്ടി വരും. കാരണം ഷേപ്പാക്കിയത് കറക്റ്റായിട്ട് ഷേപ്പായിട്ടില്ല. സോ ഞാൻ പോയിട്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ബൈ ഗൈസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതെല്ലാം വരുന്നത്. ഇതിട്ടിട്ട് ഞാൻ കണ്ണാടിന്റെ മുന്നിൽ പോകുന്നപ്പം ആടെ കിടക്കുന്നത് എൻ്റെ അനിയനാ. ഓൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്.
നീ എന്തിനാ ഓവർ കോട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തേ? എന്തിനാ ഓവർ കോട്ട് അടിച്ചേ? ഓ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അടിച്ച ക്രോപ്പ് ടോപ്പ് പോലെ ഒരു ഓവർ കോട്ടായി മാത്രമേ തോന്നുന്നു. ബ്ലഡി കൺട്രി ഫെലോ. അല്ലല്ലോ, എന്നോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ അത്? അപ്പോൾ ഇട്ട് നോക്കുമ്പം ഇങ്ങനെയാണൊരു ഇത് വന്നിട്ടുള്ളത്. കൊള്ളാം, പക്ഷെ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ആ മെഷീൻ്റെ പ്രശ്നം കാരണം എനിക്ക് വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അത് മൊത്തം ഇങ്ങനെ സ്റ്റെക്കായിട്ട് പോക്കാണ്. സോ ഇത്രയും ആയത് വലിയ കാര്യം തന്നെ. പിന്നെ ഇതിൽ കുറേ എന്താ പറയുക അപാകതകളുണ്ട്. അടിക്കേണ്ട പോലെയൊന്നുമല്ല അടിച്ചത്. ഒരാൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് അടിക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ സിമ്പിളാക്കിയിട്ടാണ് ഞാൻ അത് അടിച്ചത്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.